ഇപ്പോൾ MP വീരേന്ദ്രകുമാർ MP മാധ്യമങ്ങളെ കാണിക്കാൻ അദ്ദേഹം ജോർജ് ഫെർണാണ്ടസിനെ അനുസ്മരിക്കുകയായിരിക്കും. അതിലേക്ക് ജോർജ് ഫെർണാണ്ടസുമായിട്ടുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായിരുന്നു. 1962 അന്ന് ബോംബെയിലെ വലിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹവുമായി അന്നാണ് ബന്ധപ്പെട്ടത്. അതിനുശേഷം ആ ബന്ധം ദീർഘകാലം തുടർന്നു. മരണം വരെ ഉണ്ടായിരുന്നു. യോജിച്ച് പ്രവർത്തിച്ച കാലഘട്ടമുണ്ട്, വിയോജിച്ച് പ്രവർത്തിച്ച കാലഘട്ടമുണ്ട്. ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ അദ്ദേഹവുമായി വിയോജിച്ച് പ്രവർത്തിച്ച കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായത് ഇന്ത്യയിലെ റെയിൽവേ സ്ട്രൈക്കോട് കൂടിയാണ്. അന്ന് കേരളത്തിൽ ടൂർ ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് റെയിൽവേ സമരത്തിൻ്റെ തീരുമാനം എടുക്കുന്ന 3-അംഗ സമിതിയിൽ ഞാനും ഉണ്ടായിരുന്നു. അതായിരുന്നു ജോർജ് ഫെർണാണ്ടസിനെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ സമരം. അതായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും അന്ന് പട്ടാളവും റെയിൽവേയുമാണ് ഇന്ത്യയുടെ 2 നട്ടെല്ലുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ആ കാലഘട്ടം മുതൽക്ക് അദ്ദേഹമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ശ്രദ്ധേയനായത് അടിയന്തരാവസ്ഥയിലാണ്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒളിവ് പോയവരായിരുന്നു. ഞങ്ങളൊക്കെ ആ ഒളിവ് കാലത്ത് ജോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നാണ് അദ്ദേഹത്തിനെതിരായിട്ട് കേസൊക്കെ ഉണ്ടായ കാലഘട്ടമാണ് അതൊക്കെ. അന്നും ജോർജ് തലകുനിക്കാതെ തല ഉയർത്തുന്ന ഒരാളാണ് ജോർജ്. ആ കാലത്തും അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ജോർജിൻ്റെ ബന്ധം ഇതേപ്പറ്റി പറയാറുണ്ട്. അദ്ദേഹം ഇവിടെ കോഴിക്കോട്ട് അന്ന് അഖിലേന്ത്യാ സമ്മേളനം നടന്നു പാർട്ടിയുടെ. അന്ന് ജോർജായിരുന്നു പ്രസിഡന്റ്, ഞാനായിരുന്നു ജനറൽ സെക്രട്ടറി. അതിനുശേഷം പിന്നീടും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ പല പരിവർത്തനങ്ങളും വന്നിട്ടുണ്ട്. അതിനുശേഷം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പലതുമായി മാറിയിട്ടുണ്ട് പാർട്ടി. അന്ന് ബീഹാറിൽ പിന്നീട് മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറായിരുന്നു ചെയർമാൻ പാർട്ടിയുടെ. ജോർജ് ഫെർണാണ്ടസ് സെക്രട്ടറി ജനറലായിരുന്നു. ഞാനതിൻ്റെ ഖജാൻജിയായിരുന്നു അന്നത്തെ. അങ്ങനെ രാഷ്ട്രീയമായി ഞങ്ങൾ ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. പിന്നീട് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ സാധിച്ചില്ല. കോൺഗ്രസും ആയിട്ട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള ജോർജ് ഫെർണാണ്ടസ് നിലപാട് അദ്ദേഹത്തെ BJP ആയിട്ട് അടുപ്പിക്കാറുണ്ടായി, ജനസംഘവുമായിട്ട്. അന്ന് BJP അല്ല, ജനസംഘവുമായിട്ട്. അതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളായിരുന്നില്ല. ജോർജ് ഫെർണാണ്ടസിനെ പറ്റി ഓർക്കാൻ ധാരാളമുണ്ട്. അദ്ദേഹം ഹുമയൂൺ കബീറിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. അതും അന്നൊരു സംഭവമായിരുന്നു. അത് അന്ന് 10-21 ആളെ ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. അന്നാരും പോവാത്ത കാലഘട്ടമാണ്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. 21 ആൾ. അവസാനം ജോർജുമായിട്ട് സംസാരിച്ചത് ഞാൻ ഓർക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന് സാക്ഷികൾ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് വിശ്വസിക്കുന്നതിന് വിശ്വസിക്കാം, എനിക്കൊരു കളവ് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, വീരൻ സോഷ്യലിസ്റ്റുകളെ യോജിപ്പിക്കണം, പുരോഗമനവാദികളെ ഒന്നിച്ചു വരണം, അതിനെ ഞാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ജോർജ് അതിനൊക്കെ കാലം കഴിഞ്ഞു പോയി. താങ്കളായിരുന്നു വലിയ ആൾ. താങ്കൾ അടുപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാം അകന്ന് മാറ്റിയൊരാളാണ്. അത് ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണ്. ഇനി ഞാൻ വിചാരിച്ചത് കൊണ്ടൊന്നും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ കേൾക്കാനോ അവർ ഒന്നാവാനോ പോകുന്നില്ല. അതൊക്കെ താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അവിടുന്ന് വീണ്ടും അങ്ങനെ പറയരുത്, ഞാനും നിൻ്റെ കൂടെ കൂടാ, നമ്മൾക്കതിനു വേണ്ടി ശ്രമിക്കണം. ഇനി എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ്. എന്നോട് അവസാനം പറഞ്ഞ വാക്കാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പം ഞാൻ ചോദിച്ചു, ജോർജ് റിമെമ്പർ മീ? അതെന്നെ നോക്കി ഇങ്ങനെ കുറേ നേരം.
ഒന്നും അറിയില്ല, മരിച്ചു പോയിരുന്നു അദ്ദേഹം. അതാണ് ജോർജ് ഫെർണാണ്ടസുമായിട്ടുള്ള ബന്ധം. കുറേ അദ്ദേഹത്തെ പറ്റി പറയാച്ചാൽ എനിക്ക് എത്രയോ പറയാനുണ്ട്. പക്ഷെ ഒന്ന് പറയാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ചാലക ശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അഭിപ്രായം പറയാൻ, തുറന്നു പറയാൻ അദ്ദേഹത്തിന് വലിയ കഴിവായിരുന്നു. വലിയ വാഗ്മിയായിരുന്നു ജോർജ്. വാസ് എ ഗ്രേറ്റ് ഒറേറ്റർ. കേരളത്തിൽ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല പ്രഭാഷണങ്ങൾ എങ്ങനെയാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുക എന്നായിരുന്നു. അതൊക്കെ അന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ജോർജിനെ പറ്റി പറയാച്ചാൽ ധാരാളം പറയാനുണ്ട്. പക്ഷേ ജോർജും മരിച്ച പോലെ ആയിരുന്നെങ്കിൽ ഒന്ന് ഞാൻ പറയാം, ഇന്ത്യ ഓർക്കും അദ്ദേഹത്തെ. പിന്നെ മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം വലിയ കഴിവിട്ട മന്ത്രിയായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്ന കാര്യമില്ല. അതിന് മന്ത്രിസഭയിലെ നേട്ടങ്ങളും അദ്ദേഹം തീരദേശ റെയിൽവേയുടെ അതൊക്കെ വേറെ ഇഷ്യൂസാണ്. അദ്ദേഹത്തെ അറിയപ്പെടുക ഒരു പ്രബുദ്ധ വിപ്ലവകാരിയായിട്ടുള്ള, ഒന്നിനെ ഭയപ്പെടാത്ത, കൂസലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. ഒരിക്കലൊരു വേദനയുടെ സംഭവം ഉണ്ടായി. കർണാടകത്തിലൊരു കൂട്ടുമന്ത്രിസഭയ്ക്ക് ഗോപാൽ ഗൗഡ ശ്രമിച്ചിരുന്നു. അയാളും സോഷ്യലിസ്റ്റായിരുന്നു ഗോപാൽ ഗൗഡ. ഞാൻ ചെറിയ അനുഭവം പറയാം ജോർജിൻ്റെ. പാറ്റ്നയിൽ വെച്ച് പാർട്ടിയുടെ യോഗം കൂടിയപ്പോൾ ജോർജ് പറഞ്ഞു, എന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹം മന്ത്രിസഭ ഉണ്ടാക്കരുത് കർണാടകത്തിൽ. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയാം, ഗോപാൽ ഗൗഡ മുഖ്യമന്ത്രിയാവേണ്ട ആളല്ലേ. അയാൾ പറഞ്ഞു, വീരനായി ഇറ്റ് ഇസ് എ കമാൻഡ് ഫ്രം ദ പ്രസിഡന്റ്. നിങ്ങൾ പോയി യു ഷുഡ് ഗോ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഹിം ദാറ്റ് ഹി ഷുഡ് നെവർ ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. അങ്ങനെ ഞാനാണ് പോയത്. അപ്പം ഞാൻ പോയപ്പം കന്നഡ ചെലവുടിക്കാരുടെ നേതാവൊക്കെ MLA ഹോസ്റ്റൽ ഗോപാൽ ഗൗഡ. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, നീ വന്നത് ഞാൻ മുഖ്യമന്ത്രിയാവേണ്ടെന്ന് പറയാനല്ലേ? ഞങ്ങൾ ഒറ്റക്കൊന്ന് സംസാരിക്കണം. ഞാൻ ഗോപാൽ, എൻ്റെ ആഗ്രഹം നിങ്ങൾ മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ പാർട്ടി തീരുമാനിച്ചത് നിങ്ങൾ മുഖ്യമന്ത്രി ആവരുതെന്നാണ്. പക്ഷെ എന്നോടാണ് ജോർജ് പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും വലിയ സുഹൃത്തായ എന്നോട് നിങ്ങൾ മുഖ്യമന്ത്രി ആവാൻ പാടില്ല. അത് പറഞ്ഞത് എനിക്ക് വലിയ പ്രയാസമുണ്ട്. പിന്നെ അതിന് ശേഷം ഗോപാൽ ഗൗഡ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു. എനിക്ക് വിചാരം ദേഷ്യമായിരിക്കും ഞാൻ മന്ത്രിയാവുണ്ടാൻ പറഞ്ഞത്. എനിക്കൊരു ദേഷ്യവുമില്ല, നീ എപ്പോഴും എൻ്റെ സുഹൃത്തായിരുന്നു. പിറ്റേന്നാൾ മരിച്ചു പോയി. അങ്ങനൊരു സംഭവം ജോർജുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 10-65 കൊല്ലത്തെ ബന്ധം നോക്കുമ്പം എത്രയോ കാര്യങ്ങൾ, എത്രയോ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, തീരുമാനങ്ങൾ എല്ലാത്തിനും പങ്കാളികളായിരുന്നു. വിയോജിച്ച കാലവും അതുപോലെ തന്നെ വിയോജിപ്പുമായിരുന്നു. ഇന്ന് അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെ പ്രയാസം തോന്നി. ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രയോ പറയാറുണ്ട്. അത് മുഴുവൻ ഒരു അനുശോചന യോഗത്തിൽ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അത് മുഴുവൻ പറയുന്ന സന്ദർഭമല്ലല്ലോ. ഏതായാലും ഇന്ന് അദ്ദേഹത്തെ പ്രവർത്തിച്ചവരുടെ ചുരുക്കേ ഉള്ളൂ. ബാക്കി സമകാലികന്മാരൊക്കെ പോയി. ഇപ്പോൾ കർപ്പൂരി താക്കൂറിൻ്റെ മകൻ ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ രാജ്യസഭയിലുണ്ടായിരുന്നു. അത് JDU-ലാണല്ലോ അദ്ദേഹം. കർപ്പൂരി താക്കൂറിൻ്റെ മകൻ അദ്ദേഹമുണ്ട്. അങ്ങനെ പഴയ കുറച്ച് ആളുകൾ ബാക്കിയുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാവരും അദ്ദേഹം സുഹൃത്തുക്കൾക്ക് ഏകദേശം മൺമറഞ്ഞു പോയി. അത്ര എനിക്ക് അദ്ദേഹം ധാരാളം പറയാനുണ്ടെങ്കിലും നിങ്ങൾ ഒരു 5 മണിക്കൂർ ഇന്ന് കേൾക്കേണ്ടി വരും. അതൊന്നും എനിക്ക് പറയുന്നില്ല. MP വീരേന്ദ്രകുമാർ MP ജോർജ് ഫെർണാണ്ടസിനെ അനുസരിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു. മന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം നല്ല തോതിലുള്ള പ്രവർത്തനമാണ് രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. MP വീരേന്ദ്രകുമാർ അനുസ്മരിക്കുകയാണ്.